മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ദൈവത്തെ സന്നിധിയിലിരുന്ന് വചനം ധ്യാനിക്കാനായിട്ട് കർത്താവ് ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ ഞങ്ങളുടെ കൂട്ടായ്മയെ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞങ്ങളിത് അറിയിച്ചിരിക്കുന്നു, എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുകയും ആ കൂട്ടായ്മയുടെ അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങൾ 1ഉം 2ഉം അധ്യായങ്ങളിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. വാക്കിംഗ് ഇൻ ദ ലൈറ്റ്, കൺഫെഷൻ ഓഫ് സിന്ന്, അതുപോലെ ഒബീഡിയൻസ് ടു ഹിസ് കമാൻഡ്മെൻറ്റ്സ്, ലവ് ഫോർ വൺ അനദർ തുടങ്ങിയ പല കാര്യങ്ങൾ നമ്മളതിൽ കാണാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ ആ കൂട്ടായ്മയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഉള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെലോഷിപ്പ്, ദൈവവുമായിട്ട് കൂട്ടായ്മയിലായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ചില പ്രത്യേകതകളാണ് 2-ാം അധ്യായത്തിൻ്റെ അവസാനം മുതൽ 5-ാം അധ്യായം 3-ാം വാക്യം വരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ സൂക്ഷിക്കുന്നു എന്ന് മാത്രമല്ല നമ്മൾ കണ്ടത്, കാൺമീന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം നീതി ചെയ്യുന്നവനൊക്കെ അവനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അതിൻ്റെ 2-ാം അധ്യായം 28-ാം വാക്യം, 3-ാം അധ്യായം അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ള കാര്യവും, തുടർന്ന് ഇന്നലെ നമ്മൾ ആ റൈച്ചസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്ന, ആ നീതി പ്രവർത്തിക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മളായിരിക്കുന്നതായിട്ടും നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിലുള്ള സത്യത്തിലുള്ള സ്നേഹം, അത് വാക്കിലും ഉള്ള സ്നേഹമല്ല, മറിച്ച് പ്രവൃത്തിയിലുള്ള സ്നേഹമാണ് നമുക്ക് തമ്മിൽ വേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിന്ന് ചിന്തിക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഇന്ന് ഈ തലക്കെട്ടിട്ടേക്കുന്നത് പോലെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇന്ന് വായിച്ച ദൈവവചന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. അപ്പം സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ ഭാഗത്ത് എന്തിനാണ് ഈ പകയ്ക്കുന്ന കാര്യം പറയുന്നത്? അപ്പം നമുക്കറിയാം, യേശുവിനോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ അത് മറ്റു പലതിനോടുമുള്ള സ്നേഹമില്ലായ്മയും അല്ലെങ്കിൽ മറ്റു പലരും നമ്മളെ സ്നേഹിക്കാത്ത ഒരനുഭവം കൂടെ ആണ് എന്നുള്ളത് കർത്താവ് ഓൾറെഡി വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിൽ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ലോകം നമ്മളെ പകയ്ക്കും, അതുകൊണ്ട് ആശ്ചര്യപ്പെടരുത്. അത് ദൈവ മക്കൾ വളരെ ആഴമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ദൈവവചന ഭാഗമാണ്. നമുക്ക് അറിയാം, നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ പോകാതിരിക്കേണ്ടതിന് വേണ്ടി ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞു, ഈ ലോകം നിങ്ങളെ പകയ്ക്കും. അപ്പോൾ പകയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, ലോകം നിങ്ങളെ പകയ്ക്കുമ്പോൾ നിങ്ങളെ പുതുതായിട്ടങ്ങ് കയറി പകയ്ക്കുകയാണ്, നിങ്ങൾക്ക് എന്തോ തെറ്റ് സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ലോകം നിങ്ങളെ പകയ്ക്കുന്നതിന് മുന്നേ ഈ ലോകം എന്നെ പകച്ചു എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കി കർത്താവ് അവിടെ പറയുന്നത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ലോകം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ആ പാട്ട് നമ്മൾ വെച്ചെന്നാണ് തോന്നുന്നത്. കാരണം എത്ര കൃത്യമായിട്ടാണ് യേശുവിൻ്റെ അടിസ്ഥാനം എന്നുള്ള ആ ഗാനത്തിൽ ദൈവത്തിൻ്റെ ഭക്തൻ, എനിക്കൊന്ന് PV തൊമ്മി എന്ന് പറയുന്ന ദൈവദാസനാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാനത് ഈ അടുത്ത കാലത്ത് റെഫർ ചെയ്തിട്ടില്ല. അദ്ദേഹം കൃത്യമായിട്ട് അത് പറയുന്ന ഒരു കാര്യമാണ്, യേശുവിൻ്റെ അടിസ്ഥാനം ആശയവനിൽ അത്രേ എന്ന് പറഞ്ഞ് അദ്ദേഹം പാടിപ്പോകുമ്പോൾ ഒരു കൃത്യമായ ഒരു ടെസ്റ്റ് റിസൾട്ട് എന്ന പോലെ അദ്ദേഹം പറയുകയാണ്, ലോകം എനിക്ക് വൈരി, ലോകം എന്നെ ത്യജിച്ചാൽ ശോകമെന്ത് എനിക്കതിൽ, ഏതും ഭയപ്പെടാ ഞാൻ എന്ന് പാടുമ്പോൾ എന്നെ ഹൃദയത്തെ വളരെ ആഴമായിട്ട് ഓരോ പ്രാവശ്യം പാടുമ്പോഴും എന്നെ സ്പർശിക്കുന്ന ഒരു ഗാനമാണ് യേശുവിൻ്റെ അടിസ്ഥാനം എന്നുള്ള ഗാനം. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞേക്കാണ്, ലോകം എനിക്ക് വൈരി, ലോകം എനിക്ക് ശത്രുവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ വായിച്ചു കഴിഞ്ഞു, ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ ഈ ലോകത്തിലുള്ളതെല്ലാം പിതാവിങ്കൽ നിന്നല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞു. അപ്പം ആ ചിന്തിച്ചു കഴിഞ്ഞ ആ കോണ്ടെക്സ്റ്റിൽ
അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ ലോകത്തിന്റെ സ്നേഹം ഉപയോഗിച്ച് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം പിശാച് പല നിലകളിൽ ശ്രമിക്കുകയും ആ നിലയിലുള്ള കോംപ്രമൈസിംഗ് ആയിട്ടുള്ള ഉപദേശങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യും. അപ്പൊ അതുപോലുള്ള കോംപ്രമൈസിംഗ് ആയിട്ടുള്ള ഉപദേശങ്ങൾ വരുമ്പം ലോകത്തെയും ദൈവത്തെയും ഒരുമിച്ച് പിടിച്ചോണ്ട് പോകാനുള്ള ഒരു പ്രയത്നത്തിൽ ഒരു ദൈവത്തിന്റെ പൈതലായി തീരരുത്. അത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തന്നെ അറിയാമല്ലോ, ചില കാര്യങ്ങളൊക്കെ ഒരു നെട്ടും ബോൾട്ടും ഒക്കെ മുറുക്കാനൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് വരുന്ന പങ്കപ്പാട് ഓർക്കുമ്പം നമുക്ക് തന്നെ വിഷമം തോന്നും. അയ്യോ, ഇത്ര ഇത്ര കഷ്ടമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ എന്നുള്ളത്. അത് അത്രയും സമയവും പ്രയത്നവും ചെലവായി കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്. അപ്പൊ ഇന്നത്തെ ലോകം, ഇന്നത്തെ നമുക്കറിയാം വിശ്വാസഗോളം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ഒരു 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 റിസർച്ചാണ്, ഒരു ഗവേഷണമാണ്. ലോകത്തെയും ദൈവത്തെയും ഒരുമിച്ച് പിടിച്ചുകൊണ്ട് പോകാൻ കഴിയുമോ? കഴിവിന്റെ പരമാവധി എത്രമാത്രം പിടിച്ചോണ്ട് പോകാം? ആ ലാസ്റ്റ് പോയിന്റ്, ഏത് പോയിന്റ് വരെ ഈ ലോകത്തെയും ദൈവത്തെയും കൂടെ ഒരുമിച്ച് നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ കഴിയും? എന്നാൽ ആ ശ്രമങ്ങളെല്ലാം വൃഥാവാണെന്നും ആ ശ്രമത്തിന് വേണ്ടി നിൽക്കരുതെന്നും ആ ശ്രമത്തിൽ നമ്മൾ ലജ്ജിതരായിട്ട് തീരുമെന്നും അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് വേണ്ടി നമ്മൾ മനസ്സ് വെക്കണ്ട എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് വ്യക്തമാക്കി പറയുന്നത്. ലോകം എനിക്ക് വൈരി, ലോകം എന്നെ ത്യജിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം എന്നെ ത്യജിക്കും, ഒന്നും ശോകപ്പെടേണ്ട കാര്യമില്ല, ഏതും ഭയപ്പെടാ ഞാൻ എന്ന് ഭക്തൻ പാടിയതുപോലെ തന്നെ പാടാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ ആ ഒരു നിലയിലുള്ള ഉപദേശത്തെക്കുറിച്ചാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ലോകം നിങ്ങളെ പകയ്ക്കും എന്ന് പറഞ്ഞത് തന്നെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ലോകം നമ്മളെ വെറുക്കുന്നു എന്ന് വരികിൽ നമ്മൾ ആശ്ചര്യപ്പെടരുത് എന്ന് പറഞ്ഞേക്കുക. എന്ന് മാത്രമല്ല, ലോകം നമ്മളെ പകയ്ക്കുന്നത് നമ്മളൊരു ഡിഗ്രി ആയിട്ടും കൂടെ എണ്ണേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഓർക്കണം, ലോകം എന്നെ വെറുക്കുന്നു എങ്കിൽ ലോകത്തിന്റെ പല കാര്യങ്ങളനുസരിച്ചും ഞാനതിന് ചേർച്ചയല്ലാത്തവനായിട്ട് തോന്നുന്നെങ്കിൽ എൻ്റെ ഉപദേശവും എൻ്റെ രീതിയും എൻ്റെ നടപ്പും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാനായിട്ടുള്ളതായിട്ട് തീരുമ്പോൾ അത് ലോകത്തിന്റെ പിച്ചനുസരിച്ചും ലോകത്തിന്റെ നമുക്കറിയാമല്ലോ അതിൻ്റെ പിന്നെ താളമനുസരിച്ചും ഒക്കെ എനിക്ക് പാടാൻ കഴിയാതെ വരുമ്പോൾ നിശ്ചയമായിട്ടും താളം തെറ്റിച്ച് പാടുന്ന ആ താളം ശ്രദ്ധിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പിച്ചനുസരിച്ച് പാടാൻ നമുക്ക് പറ്റത്തില്ല. ഒരു ദൈവത്തിന്റെ പൈതല് വേർതിരിച്ച് വിളിക്കപ്പെട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വിളിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന് ലോകത്തിന്റെ പിച്ചിനനുസരിച്ച് പാടാൻ കഴിയുകയില്ല. അതിൽ ദുഃഖിക്കുകയല്ല വേണ്ടത്, അതിൽ പ്രയാസപ്പെടുകയല്ല വേണ്ടത്. അയ്യോ, ലോകമല്ല എന്നെ തള്ളിക്കളഞ്ഞല്ലോ, ഞാൻ ലോകത്തിൽ ഒറ്റപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുകയല്ല വേണ്ടത്. ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത് അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം കർത്താവ് പറഞ്ഞ ചില ഗുണഗണങ്ങളിലേക്ക്, കർത്താവ് പറഞ്ഞ ചില അടയാളങ്ങൾ, അല്ലെ കർത്താവ് പറഞ്ഞതായിട്ടുള്ള ചില ലക്ഷണങ്ങൾ എന്നിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഞാനൊരു ദൈവത്തിന്റെ പൈതലാണെന്ന് ഇതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് തീർന്നു. ലോകം എന്നെ വെറുക്കുന്നത് കൊണ്ട് ഞാനൊരു ദൈവത്തിന്റെ പൈതലായി തീർന്നു എന്നുള്ള ഉറപ്പാണ് എനിക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ടൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത്. ലോകം എതിർക്കുമ്പോൾ നമുക്കറിയാം, ലോകം എന്ന് പറയുമ്പോൾ അത് ഏത് ഭാഗത്ത് വരെ കയറി കിടപ്പുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും നമുക്ക് ഉത്തരം പറയാൻ കഴിയത്തില്ല. കാരണം ദൈവസഭയ്ക്കുള്ളിൽ ലോകമില്ലേ? ഉണ്ട്, ദൈവസഭയ്ക്കുള്ളിൽ ലോകമുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളും പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ സമയത്തും ഒരുപോലെ അത് 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 മനസ്സിലായിക്കൊള്ളണം എന്നില്ല. സഹോദരങ്ങളെന്ന് പറയുന്നവർ പോലും പല ആത്മീയമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ അയ്യോ, അത്രയ്ക്കുള്ള ഒരു നിലപാടൊക്കെ വേണോ എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു അവസരം വരും. ലോകം മാത്രമല്ല, ലോകത്താൽ അഫക്റ്റഡ് ആയിട്ടുള്ള വിശ്വാസികളിൽ നിന്നും നമുക്ക് ചില എതിർപ്പുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും, തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. കാരണം നമുക്കറിയാമല്ലോ, ലോകം അക്സെപ്റ്റ് ചെയ്ത ഒരു ഭക്തിയുടെ ഒരു നോമുണ്ട്. ഇന്ന് ലോകം അക്സെപ്റ്റ് ചെയ്ത ഒരു ഭക്തിയുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ട്. ആ രീതി അനുസരിച്ച് പോകുന്നവൻ ഓക്കെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടോ, അഭിഷേകം പ്രാപിച്ചോ, എന്നാ നീ തന്നെ ഇങ്ങനൊക്കെയാ പോകണ്ടിയേ എന്നും പറഞ്ഞ് ഒരു അച്ചുപോലെ അല്ലെങ്കിൽ ഒരു 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 പാറ്റേൺ അവരുണ്ടാക്കി തന്നിട്ടുണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് പോയില്ലെങ്കിലും പ്രശ്നമാണ്. കാരണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ ഇങ്ങനാണല്ലോ പോകേണ്ടത് എന്ന് ഈ ലോകം നമുക്ക് കൽപ്പിച്ചു തന്നേക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്.
പ്രിയപ്പെട്ടവരെ, മൊത്തത്തിൽ യോഹന്നാൻ പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അത് പറയുന്നത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. അപ്പൊ ഇത് ഈ സ്നേഹം, ഈ പറയുന്ന സ്നേഹിപ്പാനായിട്ട് പറഞ്ഞേക്കുന്ന ഈ സ്നേഹം എന്ന് പറയുന്നത് എല്ലാ നിലയിലും എല്ലാ വശത്തും എല്ലാരോടുമുള്ള സ്നേഹമല്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാക്കി തന്നേക്കുക. നമ്മൾ ലോകത്തെ പകയ്ക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടെ ലോകം നമ്മളെ പകയ്ക്കുന്നു പലയിടത്തും എടുത്തെഴുതിയേക്കുന്നത്. നിശ്ചയമായിട്ടും ലോകത്തെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല, പകയ്ക്കുക തന്നെ വേണം. എന്നാൽ നമ്മൾ പകയ്ക്കാൻ നിൽക്കണ്ട. നമ്മൾ ക്രിസ്തുവിൽ നമ്മുടെ സ്റ്റാൻഡ് നിമിത്തം, ക്രിസ്തുവിലുള്ള നമ്മുടെ മാതൃക നിമിത്തം, ക്രിസ്തുവിലുള്ള നമ്മുടെ പഠിപ്പിക്കൽ നിമിത്തം, ക്രിസ്തുവിലുള്ള നമ്മുടെ മുന്നോട്ട് പോക്ക് നിമിത്തം ഈ ലോകം നിശ്ചയമായും ഒരു ശിഷ്യനെ പകച്ചിരിക്കും, അവനെ വെറുത്തിരിക്കും, അവനെ തള്ളിക്കളഞ്ഞിരിക്കും, അവനെ ഒറ്റപ്പെടുത്തിയിരിക്കും. ലോകം മാത്രമല്ല, ലോകത്താൽ അഫക്റ്റഡ് ആയിട്ടുള്ള വിശ്വാസികളും ഒരു വ്യക്തിയെ അങ്ങനെ തന്നെ ചെയ്യും. കാരണം ഞങ്ങൾ കൽപ്പിച്ചു തന്ന നോം അനുസരിച്ചും അതിന്റെ പാറ്റേൺ അനുസരിച്ചും ഒന്നും അല്ലല്ലോ നീ പോകുന്നേ, പിന്നെങ്ങനെ ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കും? വിശ്വാസ പാത എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ചില ഇതുണ്ടല്ലോ. ഇവിടെ തന്നെ ഇരിക്കുന്ന ചില സഹോദരങ്ങൾ ഇടയ്ക്ക് എന്നെ വിളിച്ച് പറയാറുണ്ട്, കാരണം ബ്രദറെ, ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതിന്റെ തെളിവായിട്ട് ഞങ്ങൾക്കൊരു വലിയ വീടോ അല്ലെങ്കിൽ വലിയൊരു വണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോകപ്രകാരമുള്ള എന്തെങ്കിലുമോ എടുത്ത് കാണിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാ ലോകം ഞങ്ങളെ പകയ്ക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് സഹോദരങ്ങളുടെ മുന്നിൽ തെളിയിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുക എന്ന് അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സത്യമാണെന്ന് തോന്നി. കാരണം അതുപോലെ ഒരു വില കൊടുത്ത് നിൽക്കുന്ന ചില സഹോദരങ്ങളാണ്. അപ്പം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് അവർക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാ? അത് കാണിക്കാനായിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ ഈ ലോകം കൽപ്പിച്ചു തന്നിട്ടുണ്ട്. ചില വീട്, വണ്ടി, അല്ലെങ്കിൽ മറ്റു ചില സമൃദ്ധിയുടേതായിട്ടുള്ള ചില ലക്ഷണങ്ങൾ, അതൊക്കെ കാണിച്ച് മറ്റുള്ളവരോട് ചൂണ്ടിക്കാണിച്ച് ഇതാ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അനുഭവത്തിലല്ല, അങ്ങനെ ഒരു അനുഭവത്തിൽ ആയിരിക്കുന്ന ഒരു ലോകത്തെ അങ്ങനെ നമുക്കറിയാം. അങ്ങനെ ഒരു ലോകം നമ്മളെ പകയ്ക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കിയാട്ടെ സഹോദരങ്ങളെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. അപ്പോൾ ഈ ലോകം നമ്മളെ പകയ്ക്കുമ്പോൾ നമുക്കുള്ളത് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഉള്ള ചില സഹോദരങ്ങളാണ്. നമുക്കറിയാലോ, കർത്താവിനോട് ചേർന്ന് നിന്ന സഹോദരങ്ങളാണ് പത്രോസ്ലിഹായും മറ്റുള്ളവരും ഒക്കെ. എന്നാൽ കർത്താവ് ഒരു കാലത്തും നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് അവർ കർത്താവിങ്കിൽ ഇടറിപ്പോയി പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം എന്താണ് ഈ കർത്താവിന് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ലോകപ്രകാരമുള്ള ഒരു രാജ്യത്വമാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്, അതുപോലും ഇല്ലാതായി പോവുകയാണോ? ഇത്ര തീവ്രമായിട്ടുള്ള ഒരു മരണത്തിലേക്കും ഒരു പ്രതിസന്ധിയിലേക്കും കർത്താവിന്റെ ജീവിതം എത്തിച്ചേർന്നതിന്റെ കാര്യമൊന്നും ആദ്യം അവർക്ക് മനസ്സിലായില്ല. എന്തിനാണ് ഈ മരണത്തിന്റെ ആവശ്യം, ഈ അടക്കത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ആവശ്യം? എന്നാൽ അത് തിരുവെഴുത്തുകൾ നിവർത്തി വരേണ്ടതിനും ദൈവത്തിന്റെ ഹിതപ്രകാരവും ദൈവാലോചന പ്രകാരവുമുള്ളതായിരുന്നു എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാനായിട്ട് സമയമെടുത്തതായിട്ട് നമ്മൾ കാണും. കർത്താവ് തന്നെ തിരുവെഴുത്തിൽ നിന്ന് അത് തെളിയിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കിയാട്ടെ സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അതൊരു ഡിഗ്രി ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോണം. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അതൊരു അംഗീകാരമായിട്ട് നിങ്ങൾ കൂട്ടിക്കോണം. ലോകം നിങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ടും കൂട്ടിക്കോണം. ലോകത്തിനും നമ്മൾ കൊള്ളാം, ദൈവമക്കൾക്കും കൊള്ളാം, സകലർക്കും കൊള്ളാം, ആർക്കും ഒരു പ്രശ്നവും ഇല്ല, എല്ലാവരോടും തോളോട് തോൾ ചേർന്നാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഇവിടെ കുഴപ്പമുണ്ടെന്നും കൂടെ നമ്മളൊന്ന് സംശയിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഞാൻ പറയുകയല്ല, എന്നാൽ തന്നെ വചനത്തിലെ ടീച്ചിങ് അനുസരിച്ച് പറയുക. എല്ലാം ഓക്കെ, എല്ലാവരും സ്നേഹിക്കുന്നു, എല്ലാവരും ഉൾക്കൊള്ളുന്നു, ലോകത്തിനും കൊള്ളാം ദൈവത്തിനും കൊള്ളാം എന്നൊക്കെയുള്ള നിലയ്ക്ക് എല്ലായിടത്തും ഒരു സുമുഖം കാണിച്ചു പോകുന്ന ഒരു അനുഭവമാണെങ്കിൽ എവിടെങ്കിലും ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എല്ലാരെ കൊണ്ടും അങ്ങനെ ഗുഡ് പറയിപ്പിക്കാൻ പറ്റില്ല. പിശാചിനെ കൊണ്ടും ദൈവത്തെ കൊണ്ടും ഒരുപോലെ ഗുഡ് പറയിപ്പിക്കാനായിട്ടൊരു വിശ്വാസിക്ക് കഴിയത്തില്ല. ദൈവത്തിന്റെ ഗുഡ് ബുക്കിൽ കയറുമ്പോൾ അവൻ നിശ്ചയമായിട്ടും ഈ ലോകത്തോടും പിശാചിനോടും അവന് പല കാര്യങ്ങളിലും മുഷിച്ചിലും അല്ലെങ്കിൽ ലോകം അവരെ പകയ്ക്കുകയും ചെയ്യുന്ന അനുഭവം നിശ്ചയമായും ഉണ്ടാകുമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്.
അതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തതിന്, നമ്മളെ വെറുക്കുന്നതിന്, നമ്മളെ ഒറ്റപ്പെടുത്തുന്നതിന്, നമുക്ക് ഭ്രാന്താന്ന് പറയുന്നതിന്, ഇതിനൊക്കെ നമുക്ക് അതൊക്കെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് എടുക്കുകയും ദൈവത്തിന്റെ അംഗീകാരമായിട്ട് അത് ഉൾക്കൊള്ളുകയും അപ്രകാരം തന്നെ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് വേണ്ടത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനാൽ ജീവൻ വിട്ട് മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പം ഈ നിലയിലുള്ള, ഈ ലോകത്തെ പകച്ചോണ്ടുള്ള ഒരു സ്നേഹമാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ സഹോദരങ്ങളെ സ്നേഹിക്കണമെന്ന കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല, തുടർന്ന് നമുക്ക് ആ സ്നേഹത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് കാണാമല്ലോ. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു, യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല. ദേവദാസൻ ഓൾറെഡി ഹിന്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പൂർണ്ണതയിലേക്കും ദൈവത്തിന്റെ പദ്ധതിയിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നത് ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. എഫേസ്യർ എന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും എന്ന് അവിടെ പറയും. അവിടുത്തെ പ്രശ്നം നമ്മൾ ചിന്തിച്ചപ്പം ഓൾറെഡി ചിന്തിച്ചതാണല്ലോ. കാരണം യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ള കുറെ ആൾക്കാർക്ക് ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ള പലരെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവിടെ ചില പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായ ഒരു പശ്ചാത്തലമാണ് എഫെസോസിലെ പശ്ചാത്തലം എന്ന് പറയുന്നത്. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന അല്ലെങ്കിൽ പരിച്ഛേദനക്കാരാൽ അഗ്രചർമ്മികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ നമ്മൾ 2-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ ക്രിസ്തുവിൽ സകലത്തെയും ഒരു പുതിയ സൃഷ്ടിയായി തീർക്കാനും അങ്ങനെ ആ യഹൂദനെയും ജാതിയെയും എല്ലാം ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഏകോപിപ്പിച്ച് പുതിയ ദൈവകൃപയുടെ ക്രിസ്തു മുഖാന്തരമുള്ള ദൈവസഭ എന്നുള്ള രീതിയിലുള്ള ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി കർത്താവ് നിവർത്തിച്ച ഏറ്റവും വലിയ കാര്യമാണ് തൻ്റെ ആ സ്നേഹത്താൽ ജാതിയെയും യഹൂദനെയും എല്ലാം ഒന്നിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അതിനോടുള്ള ബന്ധത്തിലാണ് 3-ാം അധ്യായത്തിൽ സ്നേഹത്തിന്റെ വിവിധ ഡയമെൻഷൻസിനെ കുറിച്ചും നീളത്തെക്കുറിച്ചും വീതിയെക്കുറിച്ചും ആഴത്തെക്കുറിച്ചും ഉയരത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് സകല വിശുദ്ധന്മാരോടും കൂടെ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയാനും അങ്ങനെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന് സ്നേഹത്തെ കുറിച്ച് അറിയാൻ പ്രാപ്തരായി തീരുന്ന കാര്യത്തെക്കുറിച്ചും അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് നാം ദൈവത്തിന്റെ എല്ലാ നിറവോളും നിറഞ്ഞു വരണം എന്നും പൗലോസ് നിങ്ങളുടെ അകത്ത മനുഷ്യ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെട്ട് എന്നുള്ള തുടങ്ങിയ ഭാഗങ്ങൾ പൗലോസിന്റെ 2-ാമത്തെ പ്രാർത്ഥനാ വാചകങ്ങൾ തന്നെ ഈ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്കും ദൈവികമായ നിറവിലേക്കും വരണം എന്നാ വായിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്, നാം ചോദിക്കുന്നത് നനയ്ക്കുന്നത് അത്യന്തം പരമായി നമ്മളിൽ വ്യാപരിക്കുന്നതിന്റെ ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന് തലമുറയായും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ എന്ന് വായിക്കുന്നതും ഈ ദൈവസ്നേഹത്തിൽ വളരുന്നതിനുള്ള ബന്ധത്തിലാണ്. ഈ ദൈവസ്നേഹത്തിൽ വളരുന്നതിനുള്ള ബന്ധത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അവര് ഈ പറഞ്ഞ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മളിൽ ചെയ്യും എന്ന് പറഞ്ഞേക്കുന്നത്. കാരണം ദൈവസ്നേഹത്തിന്റെ ഉറവ കാൽവരിയിൽ പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞു. അത് അഭിലഷിക്കുന്നവനും ആഗ്രഹിക്കുന്നവനും മറ്റ് എന്ത് ആത്മീയ നന്മകൾ ദൈവം കൊടുക്കുന്നതിനേക്കാളും ഭൗതിക അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ അധികമായി ദൈവം ഇന്നൊരു മനുഷ്യനിലേക്ക് ഒഴുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരു മനുഷ്യനിൽ നിന്ന് വേർതിരിക്കുന്ന നിലയിലുള്ള അതിർവരമ്പുകളും വിഭാഗീയ ചിന്തകളും ഒക്കെയുള്ള ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വരത്തക്കവണ്ണമുള്ള ദൈവസ്നേഹത്തിന്റെ വലിയ പ്രവാഹത്തെയാണ് ഒരു മനുഷ്യനിലേക്ക് ദൈവം പ്രവഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മളിൽ തന്നെ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ചെയ്യാൻ കഴിയുന്നവന് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ രഹസ്യം. അപ്പം നമ്മൾ ഓർക്കണം, ദൈവസ്നേഹത്തിന് വേണ്ടി യാചിച്ചാൽ കർത്താവെ എനിക്ക് എൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, അവൻ്റെ നിറം എനിക്ക് സഹിക്കുന്നില്ല, അവൻ്റെ കൾച്ചർ എനിക്ക് സഹിക്കുന്നില്ല, അവൻ്റെ ആഹാര രീതി സഹിക്കുന്നില്ല, അവൻ്റെ പല പരിപാടികളും എനിക്ക് ഉൾക്കൊള്ളാനേ കഴിയത്തില്ല, എൻ്റെ മാനുഷികമായ രീതിയിൽ അതൊന്നും ഗ്രഹിക്കാൻ പോലും എനിക്ക് അവനെ ഉൾക്കൊള്ളുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യ
ചിന്തിക്കാൻ പോലും വയ്യാത്ത ആ അനുഭവത്തിൽ ദൈവസ്നേഹത്തിന്റെ നിറവ് നമ്മളിൽ നിറയ്ക്കുവാൻ, ചോദിക്കുന്ന നിന്ദിക്കുന്നതിലും അത്യന്തപരമായത് നമ്മളിൽ നിറയ്ക്കുവാൻ ഈ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് എഫേസ്യർ എന്ന ലേഖനത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ സ്നേഹത്തിൽ സഭ ഐക്യപ്പെട്ട്, സ്നേഹത്തിൽ സഭ ഒന്നായി, വിവിധ വ്യക്തികളാൽ അത് വീണ്ടെടുക്കപ്പെട്ട വിവിധ പശ്ചാത്തലത്തിലുള്ള വ്യക്തികളാൽ ഇത് പണിയപ്പെട്ടിരിക്കുന്ന, അത് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു സമൂഹമാണെങ്കിൽ തന്നെ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ആ ഒരു സൈന്യം എന്ന പോലെ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനായിട്ട് അതിന് കഴിയാൻ തക്കവണ്ണമുള്ള പ്രാപ്തിയിലേക്കും ഇതിലേക്കും അത് വളരണം എന്നുള്ളതാണ് നമ്മൾ എഫേസ്യർ എന്ന ലേഖനത്തിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവസ്നേഹം ചോദിച്ചാൽ ദൈവസ്നേഹം തന്നെ ദൈവം നമ്മൾ വായിക്കുന്നുള്ളൂ. നിങ്ങൾ ആ അപ്പം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ തേളിനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവവചനത്തിൽ കാണുന്ന ഒരു വാഗ്ദത്തമാണ് ദൈവസ്നേഹത്തിന് വേണ്ടി, സഹോദരനെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് വേണ്ടി യാചിച്ചാൽ കർത്താവ് ആ സ്നേഹം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കും. നമുക്കതിന് തടസ്സമായിരിക്കുന്ന സാഹചര്യങ്ങളെ എല്ലാം കർത്താവ് മാറ്റും. ഇതാണ് എഫേസ്യർക്ക് എഴുതുന്ന ലേഖനത്തിലെ ദൂത്. പലപ്പോഴും നമ്മളതിൻ്റെ സ്വർഗത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാറുള്ളൂ, എന്നാൽ അതിൻ്റെ പ്രായോഗിക വശം പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ് അതിൻ്റെ രസം, അതിൻ്റെ ശ്രേഷ്ഠത. കാരണം ഇതാണ് പ്രായോഗികമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളോട് അരുളി ചെയ്യുന്നത്. നോക്കിയാട്ടെ, അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. അപ്പൊ ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഈ കാൽവറിയിലെ ഈ സ്നേഹം അവന് പ്രദർശിപ്പിച്ച് കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, നാം അങ്ങനെ തന്നെ ആകുന്നു. ദൈവമോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചിരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയും. നോക്കിയാട്ടെ, എന്നാൽ ഇതേപോലെ തന്നെ ശത്രുവും അവന്റെ ജനത്തെ ഒരുക്കുന്നുണ്ട്. അവന് വേണ്ട ആൾക്കാരുടെ ഹൃദയത്തിൽ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള പകയും പിണക്കവും ജാരശങ്കയും കൊലപാതകവും ഇതുപോലുള്ള പല സംഗതികൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടാണ് പിശാച് അവന്റെ ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് വചനത്തിൽ അത് നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദൈവം തന്റെ സഭയെ ഈ കാൽവരി സ്നേഹത്താലാണ് ഒരുക്കുന്നതെങ്കിൽ പിശാച് പിന്നെ എങ്ങനെയാ? ഒരുത്തനെ വെറുക്കാൻ എന്നാ വകുപ്പുള്ളേ? ഒരുത്തനെ അകറ്റി നിർത്താൻ എന്താ വകുപ്പുള്ളേ? ഒരുത്തനെ കുറ്റാരോപണം ചെയ്യാൻ എന്താ വകുപ്പുള്ളേ? ഒരുത്തനെ കുറ്റപ്പെടുത്താനായിട്ട് ഏതെങ്കിലും വിധത്തിൽ പറ്റുമോ? കുറ്റപ്പെടുത്തി അവനെ കയീൻ ഹാബേലിനെ കൊന്നതുപോലെ അവനെ നിഷ്കാസനം ചെയ്യാനും ഇല്ലാതാക്കാനും എന്തെങ്കിലും വകുപ്പുണ്ടോ? ഇതൊക്കെയാ പിശാച് ഒരുത്തന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യം. നമുക്കറിയാം, നമുക്കൊക്കെ ചില ആൾക്കാരോട് ഒത്തിരി അടുത്തു കഴിഞ്ഞാൽ നമ്മൾ അകലും. കാരണം അതെന്ന് വെച്ചാൽ അവരുടെ വ്യക്തിത്വത്തിലെ പല കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ താനെ ഒത്തിരി അങ്ങ് അടുക്കാതെ നമ്മൾ വിചാരിക്കും, അയ്യോ ഇച്ചിരി മാറി നിന്നാൽ മതിയായിരുന്നു, പുള്ളിയുടെ കുറവുകളും ഇതൊന്നും അറിയാതെ ഇരുന്നിരുന്നെങ്കിൽ നമുക്കങ്ങ് സ്നേഹിക്കാമായിരുന്നു. അല്ല, കർത്താവ് സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്നത് ഈ ബലഹീനതയും കുറവുകളും കണ്ടിട്ട് സ്നേഹിച്ചതല്ല. സ്നേഹിക്കാനുള്ള ചില യോഗ്യതകൾ ഉള്ളത് കൊണ്ട് സ്നേഹിക്കണം എന്നല്ല പറഞ്ഞ്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് സ്നേഹിച്ചതുപോലെ തന്നെ നമ്മൾ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ഇന്ന കാരണമെന്നുള്ളത് കൊണ്ടല്ല, കർത്താവ് അവനെ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് ഞാനും അവനെ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇതിനു മുന്നേ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിസ്തു ആർക്ക് വേണ്ടി മരിച്ചുവോ അവന് നിന്റെ ഭക്ഷണം കൊണ്ട് നീ ഇടർച്ച വരുത്തരുത്. ക്രിസ്തു ആർക്ക് വേണ്ടി മരിച്ചുവോ? അപ്പം ഒരു വ്യക്തിയുടെ യോഗ്യത, നമ്മൾ കാണുന്ന യോഗ്യതയൊന്നുമില്ല, ഏറ്റവും കുറഞ്ഞ യോഗ്യതയാണ് നമുക്ക് അവന് കാണാൻ കഴിയുന്നത്. ദൈവവചനം അവന് കാണുന്ന ശ്രേഷ്ഠനാകട്ടെ ഏറ്റവും മോശക്കാരനായിക്കൊള്ളട്ടെ, ദൈവവചനം അവന് കാണുന്ന യോഗ്യത എന്ന് പറയുന്നത് ക്രിസ്തു അവന് വേണ്ടി മരിക്കാൻ തക്കവണ്ണം അവൻ യോഗ്യതയുള്ളവനായിരുന്നു എന്നുള്ളതാണ്. ക്രിസ്തു അവന് വേണ്ടി മരിക്കാൻ തക്കവണ്ണം അവൻ യോഗ്യതയുള്ളവനായിരുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ ജനത്തെ തൻ്റെ നിർമ്മലമായ സ്നേഹം പകർന്ന് വഴി നടത്തുമ്പോൾ ശത്രുവും ഈ ദിവസങ്ങളിൽ അനേക നിലയിലുള്ള വെറുപ്പും വിദ്വേഷവും വിഭാഗീയതയും ഒരു വ്യക്തി ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലുള്ള അസഹ്യതയും ഒക്കെ ഹൃദയത്തിലിട്ടുകൊണ്ട് ഇന്ന് ദൈവസഭയ്ക്കുള്ളിലും
സമൂഹത്തിൽ മൊത്തമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാചെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായി തീരാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. യോഗ്യത നോക്കിയിട്ട് സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹത്തിന്റെ രീതിയൊക്കെ ഒന്ന് മാറിയിട്ട്, യോഗ്യതയില്ലാതെ കർത്താവെ അവിടുന്ന് അവന് വേണ്ടി മരിക്കാൻ യോഗ്യനായിട്ട് കണ്ടതുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും ഞാൻ ബാധ്യസ്ഥനാണ്. അവനെ ആരെ എന്തെന്നുള്ളതല്ല, അവൻ വീണ്ടെടുക്കപ്പെട്ടവനാണോ, കർത്താവിന്റെ സ്നേഹത്തിൽ അല്ലെങ്കിൽ അവൻ അങ്ങയെ സ്നേഹിക്കുന്നവനാണോ, അതാണ് പ്രധാനപ്പെട്ട വിഷയം. അല്ലെങ്കിൽ അവൻ സുവിശേഷം കേൾക്കാൻ യോഗ്യനാണോ? ആണെങ്കിൽ നമ്മൾ സ്നേഹിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, തനിക്കുള്ളവരെ അവസാനം വരെ സ്നേഹിച്ച കർത്താവ് എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തിന് പരിധിയില്ല, ലിമിറ്റില്ല എന്നുള്ളതും സ്നേഹിപ്പാൻ തക്കവണ്ണം നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളതും ഈ ദൈവവചന ഭാഗങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാമല്ലോ. നമുക്കറിയാം, പലപ്പോഴും ഈ സ്നേഹം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഉള്ളതുപോലെ മനുഷ്യ സ്നേഹത്തിനെല്ലാം പരിധിയുണ്ട്. നമ്മളിവിടെ വായിക്കുന്നത്, ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ഒരുത്തൻ അവൻ്റെ കാര്യങ്ങൾ വസ്തുവകയുള്ളതോ കാര്യങ്ങളോ പങ്കിടാതെ അവൻ ഒരുത്തനെ സ്നേഹിക്കുന്നു എന്ന് പറയുക. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? അങ്ങനെ ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. കർത്താവ് തൻ്റെ വിലയേറിയ ജീവനാണ് പാപികൾക്ക് വേണ്ടി നൽകിയതെങ്കിൽ നമ്മളെക്കുറിച്ചും അവൻ നമുക്ക് വേണ്ടി ജീവനെ വെച്ചുകൊടുക്കേണ്ടതാകുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ വെച്ചുകൊടുക്കേണ്ടതാകുന്നു. ജീവൻ വെച്ചുകൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരമോ ഒരു വസ്ത്രമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലുള്ള ഏതെങ്കിലും ആവശ്യങ്ങളുടെയോ മുന്നിൽ അവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അവൻ എങ്ങനെയാ നോ പറയാനായിട്ട് കഴിയുന്നത്? നമുക്കറിയാം, ഇന്ന് കൂടുതലുമുള്ള സ്നേഹം എന്ന് പറയുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ നീ എൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്നും വേറൊരുത്തനോട് അവിടെ മാറിയിരുന്ന് തീ കാഞ്ഞുകൊള്ളുക, ഇങ്ങനെയൊക്കെ പറയുന്ന ചില വിവേചനപരമായിട്ടുള്ള സ്നേഹങ്ങളാണ് നിലവിലിരിക്കുന്ന പല സ്നേഹങ്ങളെന്നും, ഇന്ന് മാത്രമല്ല അന്നും നിലവിലിരുന്ന സ്നേഹങ്ങളൊക്കെ ഇതുപോലൊക്കെ ഉള്ളതായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലനും യോഹന്നാനും ഒക്കെ ഈ പ്രത്യേക കാര്യം എടുത്തു പറയാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് ഇതിനാൽ അറിയും. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. നമുക്കറിയാമല്ലോ, കർത്താവ് വേറൊരു ആസിഡ് ടെസ്റ്റ് നമുക്കറിയാം. സ്വർഗത്തിൽ നമ്മൾ പോയിട്ടില്ല, ന്യായവിധി സംഭവിക്കുമെന്ന് അറിയല, കർത്താവ് എങ്ങനെയാ ന്യായം വിധിക്കാൻ പോകുന്നതെന്ന് അറിയല, ഭാവി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയല, സമയത്തിന് മുന്നേ ഒന്നും വിധിക്കരുതെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങൾ എങ്ങനെയാ, നമ്മൾ ഒരു ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണോ പോകുന്നത് അല്ലയോ പോകുന്നത് എന്നൊരു ദൈവപൈതലിന് എങ്ങനെ മനസ്സിലാകും? അതെങ്ങനെ ഗ്രഹിക്കുന്നേ? അതെ, അത് ഗ്രഹിക്കാൻ തക്കവണ്ണം സംഗതി ഇതൊന്നും നമുക്കറിയത്തില്ല, എല്ലാം വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. ഇവൻ പത്രോസ്ലിയ പറയുന്നവർ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷിക്കപ്പെട്ടവരോട് പറയുക, ഇനി ഈ രക്ഷ വെളിപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഈ പ്രത്യാശിക്കുന്ന പല കാര്യങ്ങളും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ ആത്മാവിൽ അത് അറിയാനുള്ള ഒരു പ്രൊവിഷനും കൂടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്കറിയാം, ഒരു പ്രാഗൽഭ്യമുള്ള ഹൃദയം എന്നുള്ളത് ഒരു ദൈവ പൈതലിന്റെ വലിയൊരു അസറ്റാ. ഒരു പ്രാഗൽഭ്യമുള്ള ഹൃദയത്തിൽ നമുക്കറിയാമല്ലോ, നമുക്കൊരു മനസാക്ഷി ഉണ്ട്. ഈ മനസാക്ഷി എന്ന് കാണിക്കുന്ന നമ്മുടെ ആത്മാവിൽ ഉള്ള പ്രതിഫലനങ്ങളുടെ അല്ലെങ്കിൽ ആത്മാവുള്ളതിന്റെ ഒരു തെളിവാ മനസാക്ഷി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആത്മാവിൽ ദൈവം നമ്മളോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് മനസാക്ഷിയിലൂടെ. നമ്മൾ നിർമ്മല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ എന്നുള്ള വാക്യങ്ങളൊക്കെ വായിച്ചപ്പോൾ നമ്മളന്ന് ചിന്തിച്ചതാണ്. കാരണം ആത്മാവിൽ ദൈവം ഇടപെടുന്നതിന്റെ പ്രതിഫലനങ്ങൾ ഈ മനസാക്ഷിയിലാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ മനസാക്ഷിയോടാ ദൈവം സംസാരിക്കുന്നത്, മനസാക്ഷിയിലാ ദൈവം ഇടപെടുന്നത്. ദൈവം ഇടപെടുന്നത് പ്രധാനമായിട്ട് ഈ മനസാക്ഷിയിലൂടെയാണ്. അപ്പം നമുക്കറിയാം, ഒരു വ്യക്തി ദൈവഹിതത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് എങ്ങനെ ഗ്രഹിക്കും?
ആഗ്രഹിക്കാനായിട്ട് നമുക്കറിയാമല്ലോ, കർത്താവ് പറഞ്ഞ പോലെ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ശുദ്ധമാക്കി അല്ലെങ്കിൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധമാക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന്റെ മനസാക്ഷിക്ക് ദൈവസന്നിധിയിൽ ഒരു സമാധാനവും ഒരു പ്രാഗൽഭ്യവുമുണ്ട്. എനിക്കും എൻ്റെ ദൈവത്തിനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. എനിക്കും എൻ്റെ ദൈവവും തമ്മിലുള്ള എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി സംസാരിക്കുകയും യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ്, ഒരു നിർണയം, ഒരാഴമായ കൺവിക്ഷൻ എല്ലാ ദൈവത്തിന്റെ പൈതലിന്റെ പ്രാഗൽഭ്യമുള്ള എല്ലാ ദൈവ പൈതങ്ങളുടെയും കൈമുതല. അതാണ് അവന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ മൂലധനം എന്ന് പറയുന്നത് എന്താ? ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ മൂലധനം എന്ന് പറയുന്നത് ഈ കുറ്റമില്ലാത്ത മനസാക്ഷിയാണ്. കുറ്റപ്പെടുത്തുന്ന മനസാക്ഷിയല്ല, കുറ്റപ്പെടുത്തുന്ന ഒരു ഹൃദയമല്ല. ഇനിയും പല കാര്യങ്ങളും സെറ്റിൽ ചെയ്യാറുണ്ട്, പല തെറ്റുകളും ചെയ്തു, അതിനൊന്നും ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അത് വേണ്ടുവണ്ണമുള്ള ക്രമീകരണങ്ങൾ പ്രാപിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന ഒരു ഹൃദയമല്ല. കർത്താവെ, ഇന്ന് പകൽക്കാലം പല അനുഭവങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ഇതാ ഈ നിമിഷം വരെ കർത്താവെ, മനുഷ്യരോട് ചെയ്ത കാര്യങ്ങൾക്ക് മനുഷ്യരോടും, ദൈവത്തോട് ചെയ്ത കാര്യങ്ങൾക്ക് ദൈവത്തോടും ക്ഷമ ചോദിക്കുകയും നിരപ്പ് പ്രാപിക്കുകയും ഹൃദയത്തിൽ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു എന്നുള്ള പ്രാഗൽഭ്യത്തോടു കൂടെയാ ഒരു ദൈവത്തിന്റെ പൈതൽ ജീവിക്കുന്നത്. അതാണ് അവന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത്. ഈ ഒരു പ്രാഗൽഭ്യമില്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രാഗൽഭ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല. വ്യക്തമായിട്ടുള്ള ദൈവകൃപയിൽ ജീവിക്കാനായിട്ട് ഈ ഒരു മനസാക്ഷിയിൽ മാത്രമേ സാധിക്കൂ. ഇത് നമുക്ക് ദൈവം നമുക്കറിയാമല്ലോ, ചില കപ്പൽ ഓടിക്കുന്നവരുടെ കയ്യിലൊക്കെയുള്ള വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ പറഞ്ഞ പോലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വേറെ ഒന്നും നമുക്ക് ഗ്രഹിക്കാനോ അറിയാനോ അല്ലെങ്കിൽ വാക്കും ഭാഷണമോ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പം പോലും നമുക്കറിയാവുന്ന ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നമുക്ക് പറഞ്ഞു തരും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു തരും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നമ്മളോട് പറയും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റം ചുമത്തുന്നുണ്ട്. നമുക്കറിയാമല്ലോ, കല്ലെറിയാൻ വന്ന ഒരു മനസാക്ഷിയുടെ ആക്ഷേപ ഹേതുവായി കല്ല് ഇട്ടിട്ട് പോയി എന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഈ മനസാക്ഷിയിലൂടെ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ വായിക്കുകയാണ്, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന്റെ പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുടെ ഒരടിസ്ഥാനം പ്രാഗൽഭ്യമുള്ള ഒരു ഹൃദയമാണ്. അതിന് മുകളിൽ നമ്മൾ വായിക്കുന്നു, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം കുറ്റം വിധിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, സ്നേഹത്തോടുള്ള ബന്ധത്തിലും നമുക്ക് അറിയാമല്ലോ, ഇതുപോലെ അങ്ങനെയല്ലേ ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ബാഹ്യമായിട്ട് പറയാമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയം നമ്മളെ കുറ്റം വിധിക്കാത്ത നിലയിലുള്ള ഒരു സ്നേഹമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹം എന്നും ചില നന്മകൾ എന്നും നമ്മൾ ബാഹ്യമായി പറയുന്ന അതിനെയൊന്നും ദൈവം മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. ദൈവം പല സ്നേഹത്തിന്റെ പിറകിലുള്ള സംഗതികൾ, നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്നത് പോലെ ഉള്ള സംഗതികളാണ്. പല കെട്ടിപ്പിടുത്തമാണ്. എന്നാൽ അത് അവനെ കൊല്ലാനുള്ള കെട്ടിപ്പിടുത്തമാണെന്ന് അറിയുന്നില്ല. അപ്പൊ പുറമേ നോക്കുന്നവൻ കെട്ടിപ്പിടുത്തവാ. അപ്പം ഹൃദയത്തെ നോക്കുന്ന ദൈവത്തിനേറിയ ഈ കെട്ടിപ്പിടുത്തത്തിന്റെ പിറകിലുള്ള ഉദ്ദേശം എന്നാണ്? പല പുകഴ്ത്തലുകളുടെയും പുറകിലുള്ള പുകഴ്ത്തലുകൾ ശരിക്ക് അത് ഉള്ളൊരു പുകഴ്ത്തലല്ല, എന്നാൽ മറിച്ച് അത് കേവലം പൈശാചികമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാ പലതും ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പല പുകഴ്ത്തലുകളും കാലിന് വിരിക്കുന്ന ഒരു വലയാണെന്നുള്ളതും നമുക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ അറിയുന്ന ഒരുത്തൻ മുകളിൽ ഇരിപ്പുണ്ട്.
എന്തെല്ലാം മനോഭാവങ്ങളോടുകൂടെ പ്രിയപ്പെട്ടവരെ ഈ സ്നേഹം കപടമായിട്ട് കാണിക്കാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഉള്ള സ്നേഹം, സ്നേഹിതന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ അതുപോലുള്ള ആ സ്നേഹത്തിൽ നമ്മളെ ഹൃദയം കുറ്റപ്പെടുത്താത്ത ആ സ്നേഹത്തിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം. നോക്കിയാട്ടെ, നമുക്ക് ആ പ്രാഗൽഭ്യമുള്ള ഹൃദയമുള്ളവരായിട്ട് ദൈവം നമ്മുടെ ഹൃദയത്തെ, ദൈവസന്നിധി നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആ പ്രാഗൽഭ്യത്തോടു കൂടെ ആയിരിക്കാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു, സ്നേഹിക്കുന്നവൻ മരണം വിട്ട് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നാം അറിയുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കൊലപാതകനാകുന്നു. പ്രിയപ്പെട്ടവരെ, അത് കേവലം ഒരു പ്രവൃത്തിയിലുള്ള ഒരു നന്മയല്ല. കർത്താവ് കാണുന്ന ആത്മീയമായിട്ട് ആത്യന്തികമായിട്ടുള്ള ആത്മീയ നന്മയാണ് ആ നന്മ എന്നും കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സ്നേഹങ്ങൾ ദൈവസ്നേഹത്തിന് വിഘാതമായേക്കാം, വിലങ്ങുതടിയായേക്കാം. കാരണം ദൈവം ആ സ്നേഹത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്രത്തോളം സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, ഗ്രേഡ് ഇല്ലാത്ത ചില സ്നേഹങ്ങൾ കൊണ്ടുവന്ന് ദൈവപ്രവർത്തനത്തെ തകർക്കുന്നവരായിട്ടും കൂടെ നമുക്ക് തീരാനായിട്ട് കഴിയും. എൻ്റെ വാക്കുകൾ വരും.